കലോത്സവത്തിനെത്തിയവർക്ക് യാത്രാ ദുരിതം. KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് ലഭിക്കാതെ മത്സരാർത്ഥികളും അധ്യാപകരും കുടുങ്ങി. ചാലക്കുടി ഭാഗത്തേക്ക് ഉൾപ്പെടെ പോകാനുള്ളവർ KSRTC സ്റ്റാൻഡിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നുള്ള ലേറ്റസ്റ്റ് വിവരമാണ് പുറത്തുവരുന്നത്. അവരുടെ പ്രതികരണത്തിലേക്ക്. 9 മണിക്ക് നടക്കേണ്ട ചാക്യാർകൂത്ത് മത്സരം നടന്ന 11 മണിക്കാണ്. ഇപ്പോഴാണ് മത്സരം കഴിഞ്ഞ് റിസൾട്ട് പറഞ്ഞ് ജഡ്ജസ് പോയത്. കാര്യം ഇത് ഇത്രയും നല്ല ഇതായിട്ടൊരു പരിപാടി, കാര്യം സ്റ്റേറ്റ് കലോത്സവമാണ് നടക്കുന്നത്. ഇതുപോലൊരു പരിപാടി വരുമ്പോൾ ഇതിപ്പോൾ ഗവൺമെന്റ് പരിപാടിയാണല്ലോ, അപ്പോൾ കൃത്യമായ ഷെഡ്യൂളോ കൃത്യമായ കാര്യങ്ങളോ ഇല്ലാതെ ഇതിന് സമയത്ത് തീർക്കാൻ ഇത് ഒക്കത്തില്ല. അതുകൊണ്ട് കൃത്യമായ ഷെഡ്യൂൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കണം. 4 ദിവസത്തെ പ്രോഗ്രാം കാര്യമായിട്ട് വന്നതാണ്. നമുക്കിവിടെ ഈ ഒരു ഇപ്പം രാത്രി 10-10:30 സമയമായിട്ടുണ്ട്. ഇവിടെ നിന്നിപ്പോൾ അങ്ങോട്ട് ഇപ്പം തൊട്ടടുത്തായിട്ട് ഇവിടെ റൂമോ കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു ബുദ്ധിമുട്ടൊക്കെ വളരെ റെന്റും കാര്യങ്ങളാണ്. 4 ദിവസം നിൽക്കേണ്ടതാണ്. അതിന്റെ പേര് ഞങ്ങളിപ്പോൾ കുറച്ച് ദൂരെയായിട്ടൊരു ചാലക്കുടിയിലാണ് റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ അതിന്റെ ബസ് കാത്തിപ്പോൾ അരമണിക്കൂറായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. MS ലിഷോയ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ലിഷോയ്, പല ദിക്കിൽ നിന്ന് എത്തുന്നവരാണ്. ഒരുപാട് ദൂരേക്ക് വരെ പോകാനുള്ളവർ കൂടി ആ കൂട്ടത്തിലുണ്ട്. ഇങ്ങനെ ഒരു കലോത്സവം പോലെ വലിയൊരു പരിപാടി നടക്കുമ്പോൾ യാത്രാ ക്രമീകരണങ്ങൾ കൂടി ഉൾപ്പെടുത്തേണ്ടതായിരുന്നു. എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? ഇവർക്ക് പോകാനുള്ള മറ്റെന്തെങ്കിലും സൗകര്യങ്ങൾ ബദൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ടോ? അതായത് കലോത്സവത്തിന് അക്കോമഡേഷൻ സെന്ററിലേക്കും മറ്റുമായുള്ള വാഹനങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് നേരത്തെ തന്നെ. പക്ഷേ ഇതിപ്പോൾ ഈ മറ്റ് അക്കോമഡേഷൻ ഇടങ്ങൾ ഒക്കെ തന്നെ, അതായത് പ്രത്യേകിച്ച് സ്വകാര്യമായി റൂം എടുത്തവർക്കൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ യാത്രാ ദുരിതം ഏർപ്പെട്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ കുട്ടികളുടെയും ബന്ധുക്കൾക്കും ഒക്കെ തന്നെ യാത്രാ ദുരിതം ഉണ്ട്. കാരണം മറ്റൊന്നുമല്ല, രാത്രി ഏകദേശം 10 മണി കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ നഗരത്തിൽ നിന്ന് പുറത്തേക്ക് സാധാരണഗതിയിൽ ബസ് സർവീസുകളില്ല. KSRTCയെ മാത്രമാണ് ആശ്രയിക്കാനായി കഴിയുക. സ്വകാര്യ ബസ് സർവീസ് തീർത്തും ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ KSRTC ബസ് സ്റ്റാൻഡിലാകട്ടെ ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട അധിക സർവീസുകൾ എത്രത്തോളം പ്രായോഗികമായി നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സംഭവം സൂചിപ്പിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോഴും നിരവധി യാത്രക്കാർ ഈ KSRTC ബസ് സ്റ്റാൻഡിൽ കുടുങ്ങിക്കിടക്കുകയാണ്. രാത്രി പലയിടങ്ങളിലേക്ക് ചാലക്കുടി, എറണാകുളം ഭാഗത്തേക്ക് പോകേണ്ടവരും അതിനോടൊപ്പം തന്നെ മലപ്പുറം ഭാഗത്തേക്കൊക്കെ തന്നെ പോകേണ്ടവർക്ക് ഒന്നും തന്നെ ബസ് കൃത്യമായി ലഭിക്കുന്നില്ല. മാത്രമല്ല വലിയ തിരക്കാണ് എല്ലാ ബസ്സുകളിലും ഉള്ളത്. കാരണം അത്രത്തോളം അധികം ആളുകൾ ഇവിടേക്ക് വരുന്ന ഒരു ഘട്ടത്തിൽ കൂടുതൽ സർവീസുകൾ നടത്തണം എന്നൊരു ആവശ്യമാണ് നിലവിൽ ഉന്നയിക്കപ്പെടുന്നത്. പക്ഷേ ആവശ്യത്തിന് സർവീസുകൾ തൃശ്ശൂർ നഗരത്തിൽ നിന്ന് ഇപ്പോൾ ലഭ്യമല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ കൂടി ഒരു ദുരിതഫലമാണ് ഇപ്പോൾ ഈ കലോത്സവത്തിനെത്തിയ അധ്യാപകരും കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ഒക്കെ തന്നെ അനുഭവിക്കുന്നത്. ഇതിന് എത്രയും പെട്ടെന്ന് പരിഹാരം വേണം എന്നുള്ളത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. കാരണം കൂടുതൽ സർവീസുകൾ KSRTCയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയോ മറ്റേതെങ്കിലും തരത്തിൽ ഈ കുട്ടികൾക്ക് കൂടുതൽ യാത്രാ സൗകര്യങ്ങൾ രാത്രി വൈകിയാൽ, ഇത്രയും നേരം വൈകിയ ഒരു സമയത്ത് മറ്റ് യാത്രാ സൗകര്യങ്ങൾ ഏർപ്പെടുത്താതിരുന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാകും എന്നുള്ളത് തന്നെയാണ് അവരെല്ലാവരും തന്നെ പറയുന്നത്. ഇപ്പോഴും നിരവധി ആളുകളാണ് KSRTC ബസ് സ്റ്റാൻഡിൽ കുടുങ്ങിക്കിടക്കുന്നത്. അതെ ലിഷോയ്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അവരുടെ പ്രയാസം എന്താണ് എന്നുള്ളത് വ്യക്തമാവുന്നുണ്ട്. കൈക്കുഞ്ഞുമായി വരെ എത്തിയ രക്ഷിതാക്കളൊക്കെ ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അവരുടെ പ്രതികരണം അതും വളരെ കറക്റ്റാണ്. കാരണം ഇങ്ങനെ ഒരു കലോത്സവം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും യാത്രാ സൗകര്യം കൂടി ഏർപ്പെടുത്തേണ്ടതായിരുന്നു. ഒരു 10 മണി ആ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ബസ്സില്ല എന്ന് പറഞ്ഞാൽ ഈ യാത്രക്കാർ പെരുവഴിയിൽ തന്നെ കിടക്കണം എന്നാണോ അധികാരികൾ ഉദ്ദേശിക്കുന്നത്? എന്തായാലും കൃത്യമായിട്ടുള്ള പരിഹാരം തുടർ ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിക്കാം. MS ലിഷോയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.